ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മളിന്ന് ദൈവീകമായ ഒരു പലഹാരമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ പേര് അടാന്ന്. അങ്ങനെ നമുക്ക് അമ്പലത്തിൽ അത് ഉണ്ടാക്കുമ്പോൾ നേർച്ചയാണ്, നേദ്യമാണ്. നേർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തു നേദ്യം. അത് തന്നെ നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാം. വീട്ടിലുണ്ടാക്കുമ്പോൾ അത് സാപ്പാടായി മാറും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ക്ഷേത്രങ്ങളിലെല്ലാം ഇത് ചെയ്യുന്നത് അതീവ ശുദ്ധിയോടെ അതീവ ശ്രദ്ധയോടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തുവായിരിക്കും ആ നേദ്യം. നമ്മളുണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുണ്ടാക്കുമ്പോൾ ആ രുചി ഒരു കാലത്തും കിട്ടുകയില്ല. ഈ അമ്പലങ്ങളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് പോലും, പായസങ്ങൾക്ക് പോലും, നേദ്യങ്ങൾക്ക് പോലും, അതായത് ഇവയെല്ലാം നമുക്ക് നേദ്യം എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു മേനിപ്പായസമുണ്ട്. മേനിപ്പായസം ഞാനിവിടെ കഴിപ്പിച്ച്, അവിടെ ചെന്ന് കഴിപ്പിച്ച് എൻ്റെ സാറിൻ്റെ സിസ്റ്ററും ലളിതയും കാണും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവിടെയൊക്കെ പോകുന്നതും എല്ലാം. ഇന്നും അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു നേദ്യമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെയും അതീവ ശുദ്ധിയോടെയും മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ. അത് ഒരു പ്രത്യേക തരം അടയാണ്. നിങ്ങൾ ഈ അട ആരും തന്നെ, ആ ഭാഗത്തുള്ളവർ അല്ലാതെ ആരും തന്നെ കഴിച്ചു കാണാൻ ഇടയില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നേദ്യം എന്ന് പറയുകയില്ല കേട്ടോ. രുചിയും അത്രയും നല്ലതായിരിക്കുകയില്ല. അത് നിങ്ങളെന്നെ അനുവദിക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിന് ഉപയോഗിക്കുന്നത് ഈ അരിയാണ്. ഇതിന് പായസം അരി ആ ചുമന്ന വരയൊക്കെ കണ്ടോ? ഇത് പുഴുങ്ങാതെ കുത്തിയ നെല്ലിൻ്റെ അരിയാണ് ഉണക്കലരി. ഇതിന് ചിലരൊക്കെ നെല്ലുകുത്ത് പച്ചരി എന്ന് പറയും. ഇതാണ് പായസം റൈസ്, ഇതാണ് ചെമ്പ പച്ചരി എന്ന് പറയും. പക്ഷേ ഞങ്ങളുടെ ഈ ഭാഗങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പറയുന്നത് ഉണക്കലരി എന്ന് തന്നെയാണ്. പലരും എന്നോട് എപ്പോഴും ചോദിക്കും, എന്താ ടീച്ചറെ ഈ ഉണക്കലരി എന്ന്. എത്ര പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും ചോദിക്കും. ഇത് ഞാൻ ഇന്നലെ സൂക്ഷിച്ചു വെച്ചിരുന്നിടത്തുനിന്ന് എടുത്ത് ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വീണ്ടും കഴുകി വാരി അഴുക്കുകളും എല്ലാം കളഞ്ഞതാണ്. എന്നിട്ടിത് നല്ലപോലെ ഡ്രെയിൻ ചെയ്യിച്ച് ഒരു തോർത്തയിലോട്ടിട്ട് ഫാനിട്ട് ഈർപ്പം കളഞ്ഞെടുത്ത ഉണക്കലരിയാണ്. ഇതാണ് വേണ്ടത്. ഈ അടയ്ക്ക് വേണ്ട പ്രധാന സംഗതി ഈ ഉണക്കലരിയാണ്. ഇതിപ്പോൾ കണ്ടല്ലോ എല്ലാവരും. ഇത് നല്ല ഭംഗിയായിട്ട് പൊടിച്ചെടുക്കണം. ഇത് 1.5 കപ്പുണ്ട്. ഇത് ഞാനൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. നമ്മൾ 1.5 കപ്പ് അരി പൊടിച്ച ഉണക്കലരിയുടെ പൊടിയാണ്, വറുത്തിട്ടില്ല. ഇത് പച്ചപ്പൊടിയാണ്. ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല, നെയ്യ് ചേർക്കുന്നില്ല, മധുരവും ചേർക്കുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക അടയാണിത്. ഇതിൻ്റെ ഒരു ചരിത്രവും കൂടെ ഒന്ന് പറയണം. കാരണം ഇത് ഈ തിരുവനന്തപുരത്ത് ശാസ്തമംഗലം എന്ന സ്ഥലത്ത് മരുതുംകുഴി എന്നൊരു സ്ഥലവും കൂടെയുണ്ട്. ഓരോരോ ഭാഗത്തിന് ഓരോരോ പേര് പറയുന്നതല്ലേ. ഈ മരുതുംകുഴിയിലെ ഒരു ദേവീക്ഷേത്രമാണ് ഉദിയന്നൂർ ദേവീക്ഷേത്രം. ഈ മരുതുംകുഴിയുടെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങളുടെ വളരെ അടുത്ത ഒരു ബന്ധു താമസിക്കുന്ന വീട്ടിലേക്ക് കടന്നു പോകുന്നത്. പുള്ളിക്കാരത്തി ടീച്ചറാണ്, ഭർത്താവ് ഇപ്പം ഇല്ല. പേര് വിജയലക്ഷ്മി, വിജു. അപ്പം അവിടെ ചെല്ലുമ്പോൾ തൊട്ടടുത്തായതുകൊണ്ട് ഇവർക്ക് മിക്കവാറും ഇത് വഴിപാട് കഴിച്ചില്ലേ തന്നെ തിരുമേനി കൊടുക്കും അമ്പലത്തിൽ ചെല്ലുമ്പോൾ. അങ്ങനെ ഞാനിത് പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മധുരവും ഇല്ല. ഈ പഴത്തിൻ്റെ മധുരം മാത്രം ഒരു ശകലം, ഒരു ചെറു മധുരം, അല്ലെങ്കിൽ ഒരു ചൊറി മധുരം എന്നൊക്കെ പണ്ടുള്ളവർ പറയും. അത്രയേ ഉള്ളൂ. അങ്ങനെ ഉദിയന്നൂരടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട ഉണക്കലരി പൊടിച്ചിട്ട് വറക്കാതെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത്. ഇനി വേണ്ടത് പഴമാണ്. ഇതിന് പാളയംകോടൻ പഴം മാത്രമാണ് അമ്പലത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് തനി പാളയംകോടൻ പഴുത്തതാണ്. ഇതിന് പടറ്റിപ്പഴമോ ഞാലിപ്പൂവനോ ചുണ്ടില്ല കണ്ണനോ കദളിയോ ആരെയും വേണ്ട.
വെറും പാളയംകോടൻ പഴം. ഇതിനെക്കുറിച്ച് കുറച്ചൊന്ന് നിങ്ങൾ പലരും അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചെറുവാഴകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ലോകത്ത് ഇത്രയും ചെറുവാഴകളുടെ ഇനങ്ങളുള്ള വാഴകളുള്ള സ്ഥലമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുവാഴകളുള്ളതിലെ ആ ചെറുവാഴകളുടെ ചിലതിൻ്റെയൊക്കെ അപൂർവം ചിലതിൻ്റെ പേരേ ഞാൻ പറഞ്ഞുള്ളൂ. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാടെണ്ണം പറയാനുണ്ട് നമുക്ക്. പക്ഷേ അത്ര സ്റ്റാറ്റസ് പലരും വകവെച്ച് കൊടുത്തിട്ടില്ല. കാരണം ഇതിപ്പോൾ ആരും അധികം കൃഷി ചെയ്യുന്നില്ല. പാളയംകോടൻ വാഴയ്ക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൻ്റെ ഉണ്ണിത്തണ്ട്, അതായത് പിണ്ടി, നമുക്ക് തോരൻ വയ്ക്കാൻ ഒന്നാം തരമാണ്. അത്രയും രുചി വേറെ ഒരു വാഴയുടെയും പിണ്ടിക്കില്ല. അതുപോലെ പച്ചക്ക, എന്തൊക്കെ വേണേലും ചെയ്യാം നമുക്ക്. ഏത് കൂട്ടാനും വയ്ക്കാനും ഏറ്റവും രുചി പാളയംകോടൻ കായ്ക്കാണ്. അതുപോലെ ഒരുപാട് നമുക്ക് പ്രയോജനങ്ങൾ തരുന്ന ഈ പാളയംകോടൻ വാഴയെ നമ്മൾ ഉപേക്ഷിക്കരുത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് തൊലി കളഞ്ഞ് ഓരോന്നായിട്ട് കയ്യിലെടുത്ത് വട്ടം അരിയുക. വെറുതെ വട്ടത്തിൽ അരിയുക. പിന്നെ വേണ്ടത് തേങ്ങ ഒരുവിധം നല്ലോണം വേണം, പഴവും വേണം. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുടം പഴം മുഴുവൻ വട്ടത്തിൽ അരിയുക. അരിഞ്ഞിട്ടിങ്ങനെ ലെയറായിട്ട് ഇടുക. ബാക്കിയും കൂടെ അരിയട്ടെ. പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല, വെറും പഴം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് നിരത്തി വെച്ച പോലെ ആക്കി. അങ്ങനെയാണ് അരിഞ്ഞിട്ടത്. എന്നിട്ട് ഇതിന് മുകളിലോട്ട് ഇത് കണ്ടോ, ഒരു പിടി തേങ്ങ, ഒരു കൈ തേങ്ങ ഇങ്ങനെ ലെയറായിട്ട് ഇട്ടു. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ പഴം അരിഞ്ഞിടും. ഒരു 4 എണ്ണം കൂടെ അരിഞ്ഞിടുമ്പോൾ വീണ്ടും തേങ്ങ, അതായത് ലെയർ ബൈ ലെയറായിട്ട് പഴം അരിഞ്ഞതും തേങ്ങ അരിഞ്ഞതും ഒന്നരാടൻ വരും. അതാണ് ഇതിന് വേണ്ട അരിപ്പൊടിയോടുകൂടി ചേർക്കേണ്ട സംഗതി. ഇനി വീണ്ടും തേങ്ങ ഇടുക. വെതറി വേണം തേങ്ങായും ഇടാൻ. അടുത്ത ലെയർ ആയി. ഇപ്പോൾ ഇത് കണ്ടോ, വെതറി ഇട്ടു. അപ്പോൾ ഓൾട്ടർനേറ്റ് ഒന്നിടവിട്ട് ഉള്ള ലെയറുകൾ വീണ്ടും പഴമിടും. അടുത്ത ലെയറായി, ലെയർ ബൈ ലെയർ. ഇനി ഇത് നമ്മൾ ഒട്ടും ബലം കൊടുക്കാതെ ദേ കണ്ടോ പതുക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഇതെല്ലായിടത്തും ഏകദേശം ഒരുപോലെ തേങ്ങയും പഴവും വരുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ലെയർ ചെയ്യുന്നത്. അമ്പലത്തിൽ ചെയ്യുമ്പോൾ 3-4-5-6 പേര് കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യൂണിഫോമായി. ഇനി ഇതാണ് നമ്മുടെ ഫില്ലിങ്. അടയ്ക്കൊരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിങ്ങാണിത്. ഇതിൽ മറ്റൊന്നുമേ ഇല്ല, ഈവൻ ഉപ്പ് പോലും ഇതിനില്ല. അപ്പോൾ ഇനി ഞാൻ മാവ് തയ്യാറാക്കാം. ശ്രദ്ധിക്കണം, ഒറ്റയടിക്ക് കുറേ വെള്ളം കയറ്റി ഒഴിക്കരുത്. അത് പ്രത്യേകിച്ച് വറക്കാത്ത പൊടിയായതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മതി. നല്ല ഫൈൻ പൗഡറാകട്ടോ. ഇതിനിപ്പോൾ അളവൊന്നും പറയുന്നില്ല ഞാൻ. സ്പൂണായിട്ടേ ഇനി ഒഴിക്കാവൂ. മതിയെന്നാണ് എനിക്ക് തോന്നണത്. കണ്ടോ, നമ്മൾ വറക്കാത്ത പൊടിയായതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് കട്ട പിടിക്കാതെ നന്നായിട്ട് നനഞ്ഞു വരും. ഇനി നമുക്കൊരട പരത്തി എങ്ങനെയാണ് ഈ ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ചായിട്ട് അതിലോട്ട് ചേർത്ത് മടക്കുന്നതെന്ന് കാണിക്കാം. ഇതിനൊരു ഇലയുണ്ട്. ആ ഇലയാണ് ഈ ഇല. എല്ലാം കഴുകി തുടച്ചതാണ്. ഈ ഇലയുടെ പേര് വട്ടയില എന്നാണ്. വട്ടമരത്തിൻ്റെ ഇലയാണ് വട്ടയില. ഇത് ചക്കപ്പലഹാരം ഉണ്ടാക്കാനും ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ വട്ടയിലയെ ഉപയോഗിക്കാറുള്ളൂ. നല്ല വലിപ്പം കാണും ഇലയ്ക്ക്. പിന്നെ വാട്ടാനോ പിന്നെയും തുടയ്ക്കാനോ ഒന്നും കഷ്ടപ്പെടണ്ട. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരെണ്ണം ഇതേ തന്നെ കണ്ടോ കൈകൊണ്ട് തന്നെ എടുത്ത്, അത്യാവശ്യം കുറച്ചൊരു കനം വേണം താനും. ശകലം കനം ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ പരത്തി ആവശ്യത്തിൽ കൂടുതൽ കനമായി എന്ന് തോന്നുന്നു. ഇതിലേക്ക് നന്നായിട്ട് ഈ ഫില്ലിങ് വെക്കാം. ഇനി ഇത് ഇങ്ങനെ നോക്കൂ,
ഒന്ന് വെച്ചു, ഒന്നുകൂടെ മടക്കി, രണ്ട് വശവും മടക്കി, നാല് വശവും മടക്കിയെടുത്തു. കമത്തി കമത്തി വയ്ക്കുക. ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇതാ നോക്കൂ, ഇത് കുറച്ചുകൂടെ കനത്തിലാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫില്ലിങ്ങും വെച്ചു, രണ്ട് മടക്കി, മൂന്നാമത്തെ മടക്ക്, നാലാം മടക്ക്. ഇതുപോലെ മുകളിൽ വെച്ച് ആവി കയറ്റി ഒരു 15-18 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടും. ബാക്കിയും കൂടെ ചെയ്യട്ടെ. ഇത് ലാസ്റ്റ് വൺ, അവസാനത്തെ വേകട്ടെ. ഇപ്പം ഞാൻ തീ കൂട്ടിയിട്ടു. ഒരു 15 മിനിറ്റ് വേണം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് ഒന്ന് അറിയിട്ട് ഇത് കാണാം. ഞാൻ തുറക്കാൻ പോവുകയാണേ. തീ ഓഫ് ചെയ്തു. എന്തോന്ന് നോക്കിയില്ല ഇതുവരെ. ദാ ദാ വെന്തു കണ്ടോ? ഒരെണ്ണം കൂടെ തുറക്കാം. ഇത് അകത്ത് തന്നെ ഒഴിക്കണം. എടുക്കാൻ ചിലപ്പം ചെറിയൊരു പിടുത്തം വരും. അകത്തൊഴിച്ചാൽ ഒരു പിടുത്തവും വരില്ല. ഇതെല്ലാം അകത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇതാണ് ഉദിയന്നൂരട. ഇതാണ് ഉദിയന്നൂർ ക്ഷേത്രത്തിലെ അട. മരുതുംകുഴി എന്ന സ്ഥലത്ത്, ശാസ്തമംഗലത്ത് ഉള്ള ഉദിയന്നൂർ അമ്പലത്തിലെ അടയാണിത്. 4 മണിക്ക് ഓടി അലച്ചു വിശന്ന് കാളെ പിടിച്ച് തിന്നാൻ വിശപ്പോടെ വരുന്ന പിള്ളേർക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. അവരും കഴിച്ചോളും. അധികം മധുരമില്ല, എണ്ണയില്ല. അങ്ങനെ 2 പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്ദി, നമസ്കാരം.